Hello students, let's discuss latitude effect, azimuth effect and altitude effect. The first topic is latitude effect. The variation of cosmic ray intensity with latitude is called latitude effect. So latitude മാറുന്നതനുസരിച്ച് കോസ്മിക് റേയുടെ ഇൻറ്റൻസിറ്റിക്ക് വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The cosmic ray intensity is maximum at the geomagnetic pole and minimum at the geomagnetic equator. അതായത് കോസ്മിക് റേ ഇൻറ്റൻസിറ്റി മാക്സിമം വരുന്നത് പോൾസിലും, ദാറ്റ് ഈസ് നോർത്ത് പോളിലും സൗത്ത് പോളിലും, മിനിമം വരുന്നത് ഇക്വേറ്ററിലും. The intensity remains constant between 42 degree and 90 degree. So latitude 42 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി മാക്സിമം വരുന്നത് പോൾസിലാണ്. സോ ഇഫ് ലാംഡയാണ് ലാറ്റിറ്റ്യൂഡ് എങ്കിൽ ലാംഡ ഈക്വൽ ടു 90 ഡിഗ്രിയാണ് പോൾസ്. സോ നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ് കോസ്മിക് റേ ഇൻറ്റൻസിറ്റി മാക്സിമം വരുന്നത്. മിനിമം വരുന്നത് ഇക്വേറ്റർ, ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 0. So explanation of latitude effect. So ഇക്വേറ്ററിൽ ഇൻറ്റൻസിറ്റി 0 ആണ്, പോൾസിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആണ്. സോ ലാറ്റിറ്റ്യൂഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പറയുന്നത് ദി എഫക്റ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ കോസ്മിക് റേസ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കോസ്മിക് റേസിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ലാറ്റിറ്റ്യൂഡ് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The presence of such an effect indicates that the cosmic rays are charged particles. So latitude effect വഴി പറയുന്നത് കോസ്മിക് റേസ് ചാർജ് പാർട്ടിക്കിൾസ് ആണെന്നാണ്. നമ്മൾക്കറിയാവുന്ന കാര്യമാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് ടു നോർത്ത് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. The earth magnetic field at the equator is perpendicular to the direction of travel of charged cosmic ray particle. അതായത് ഇക്വേറ്ററിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കോസ്മിക് റേസ് ട്രാവൽ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കോസ്മിക് റേയുടെ വെലോസിറ്റി വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. സോ ലോറൻസ് ലോ വെച്ച് നമുക്ക് ഫോഴ്സ് ചെയ്താൽ എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. So QVB sin theta ഇവിടെ 90 degree, that is perpendicular. So force is maximum at the equator. Therefore, it exerts maximum force upon the particles which consequently suffer maximum deflection. അതായത് ഇക്വേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് മാക്സിമം ആണ്. അതുകൊണ്ട് കോസ്മിക് റേസ് എല്ലാം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. They are deflected away from the earth at the equator. So ഇക്വേറ്ററിൽ ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ കോസ്മിക് റേസ് എല്ലാം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. Therefore the intensity is minimum at equator. The intensity of cosmic rays is minimum at the equator because they are deflected away from the earth due to the earth magnetic field. The force is maximum at the equator. At the poles, നോർത്ത് പോളിലും സൗത്ത് പോളിലും കോസ്മിക് റേ ട്രാവൽ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്. സോ അവിടെ ഫോഴ്സ് എന്നുള്ളത് എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 0. അവിടെ ഫോഴ്സ് 0 ആണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലും മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് കോസ്മിക് റേസിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ മിനിമം ആയിരിക്കും. അതുകൊണ്ട് എന്താണ്, ദി ഇൻറ്റൻസിറ്റി ഓഫ് കോസ്മിക് റേസ് ഇസ് മാക്സിമം അറ്റ് ദി പോൾസ്. സോ പോൾസിൽ കോസ്മിക് റേ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ദ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഷോസ് ദാറ്റ് ഫോർ എ ഗിവൺ ലാറ്റിറ്റ്യൂഡ് ലാംഡ ദ മിനിമം മൊമെൻറ്റം പി മിനിമം ബിലോ വിച്ച് നോ പാർട്ടിക്കിൾ ക്യാൻ റീച്ച് ദി എർത്ത്. ഡി മിനിമം ഈക്വൽ ടു 15 cos raised to 4 lambda BeV by C. Next effect is azimuth effect.
that is east-west effect. സോ ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ വെസ്റ്റിൽ നിന്ന് വരുന്ന നമ്പർ ഓഫ് കോസ്മിക് റേസ് ആണ് ഈസ്റ്റിൽ നിന്ന് വരുന്നതിനേക്കാളും കൂടുതൽ എന്നാണ് ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റ് പറയുന്നത്. It is found that the number of cosmic rays coming from west is greater than those coming from east. So വെസ്റ്റിൽ നിന്നുള്ള കോസ്മിക് റേ പാർട്ടിക്കിൾസ് ആണ് ഈസ്റ്റിൽ നിന്ന് വരുന്നതിനേക്കാളും കൂടുതൽ. So this effect is called east-west effect and is maximum at equator. ഈ എഫക്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇക്വേറ്ററിലാണ്. At the equator, the number of particles coming from west is 14% more than the particles coming from east. സോ ഇക്വേറ്ററിൽ വെസ്റ്റിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് ആണ് കൂടുതൽ. ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കമ്മിങ് ഫ്രം വെസ്റ്റ് ഇസ് 14% മോർ ദാൻ ദി പാർട്ടിക്കിൾസ് കമ്മിങ് ഫ്രം ദി ഈസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വരുന്നതിനേക്കാളും 14% കൂടുതൽ വെസ്റ്റിൽ നിന്നാണ് പാർട്ടിക്കിൾസ് വരുന്നത്. ദിസ് ഫിനോമിനൻ ഗേവ് ആൻ എവിഡൻസ് ദാറ്റ് ദി കോസ്മിക് റേസ് ആർ കമ്പോസ്ഡ് പ്രീഡോമിനൻ്റ്ലി ഓഫ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ. അതായത് ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റ് വഴിയാണ് നമ്മൾ പറയുന്നത് കോസ്മിക് റേസിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ പ്രോട്ടോൺസ്. സോ ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. ചാർജ് പാർട്ടിക്കിൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴേക്കും ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടിട്ട് കോസ്മിക് റേസ് ഡിഫ്ലക്റ്റ് ചെയ്തു പോകും. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചാർജ് പാർട്ടിക്കിൾസ് ഈസ്റ്റിലോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. സോ അങ്ങനെ ഈസ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാമെന്ന് വയ്ക്കുമ്പോൾ നമ്മൾക്ക് കോസ്മിക് റേസ് വെസ്റ്റിൽ നിന്നാണ് വരുന്നതായിട്ട് തോന്നും. സോ ഈ എഫക്റ്റാണ് അസിമുത്ത് എഫക്റ്റ്. സോ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് കോസ്മിക് റേസ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ദേ ആർ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. സോ ഈസ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ദേ ആർ അപ്പിയറിങ് ടു കം ഫ്രം വെസ്റ്റ് ഓഫ് ദി വെർട്ടിക്കൽ. സോ വെസ്റ്റിൽ നിന്ന് വരുന്നതായിട്ട് അപ്പിയർ ചെയ്യും. അതുകൊണ്ടിട്ടാണ് വെസ്റ്റിൽ കോസ്മിക് റേസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും ഈസ്റ്റിൽ കുറവും എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റ്. നെക്സ്റ്റ് ഈസ് ഓൾട്ടിറ്റ്യൂഡ് എഫക്റ്റ്. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. സോ ഹൈറ്റ് മാറുന്ന അനുസരിച്ച് കോസ്മിക് റേ ഇൻറ്റൻസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഓൾട്ടിറ്റ്യൂഡ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമ്മൾ ലാറ്റിറ്റ്യൂഡ് λ3 ഡിഗ്രി നോർത്ത് ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹൈറ്റ് മാറ്റി കോസ്മിക് റേ ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്തു. അതാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കർവ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് മാറ്റി മറ്റൊരു ലാംഡയ്ക്ക് നമ്മൾ കർവ് വരച്ചു. ദാറ്റ് ഈസ് സെക്കൻഡ് കർവ്. സോ അങ്ങനെ ലാറ്റിറ്റ്യൂഡ് ഫിക്സ് ചെയ്ത് നമ്മൾ ഹൈറ്റ് മാറ്റി കോസ്മിക് റേ ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്തതാണ് ഫിഗർ 37.4 കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കർവിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം 8 കിലോമീറ്റർ വരെ, അതായത് ഹൈറ്റ് 8 കിലോമീറ്റർ വരെ കോസ്മിക് റേ ഇൻറ്റൻസിറ്റി പയ്യെ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. 8 കിലോമീറ്ററിന് ശേഷം കോസ്മിക് റേ ഇൻറ്റൻസിറ്റി റാപ്പിഡായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്ന പോയിൻ്റ് 24 കിലോമീറ്റർ ആണ്. 24 കിലോമീറ്ററിന് ശേഷം കോസ്മിക് റേ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് the maximum of intensity is not at the top of the atmosphere but well below it. The reason is that at this height of the primary cosmic rays produce quite a good number of secondary particles due to interaction with nuclei of atmospheric gases. Thus both primary and secondary rays are present in abundance at this height. With decrease of altitude, the absorption increases and therefore intensity falls. അതായത് 24 കിലോമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ കോസ്മിക് റേ ഇൻറ്റൻസിറ്റി കാണിച്ചത്. ആ ഹൈറ്റിൽ പ്രൈമറി കോസ്മിക് റേസും
സെക്കൻഡറി കോസ്മിക് റേസും പ്രൊഡ്യൂസ്ഡ് ആണ്. 24 കിലോമീറ്ററിന് എബവ് ആണെങ്കിൽ പ്രൈമറി കോസ്മിക് റേസ് മാത്രമേ ഉള്ളൂ. സോ ഇൻറ്റൻസിറ്റി കുറവാണ്. 24 കിലോമീറ്ററിലാണ് പ്രൈമറി കോസ്മിക് റേസ് അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സെക്കൻഡറി കോസ്മിക് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈറ്റ്. സോ 24 കിലോമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ കോസ്മിക് റേ ഇൻറ്റൻസിറ്റി കാണിക്കുന്നത്. 24 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം, അതായത് എബവ് 24 കിലോമീറ്റർ, ഇൻറ്റൻസിറ്റി ഈസ് ഡിക്രീസിങ്. ആൻഡ് ബിലോ 24 കിലോമീറ്റർ, ബിലോ 24 കിലോമീറ്റർ എന്ത് പറ്റും? ദാറ്റ് ഈസ് നമ്മൾ ഹൈറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഡിക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്, ദി അബ്സോർപ്ഷൻ ഇൻക്രീസസ് ആൻഡ് ദെർഫോർ ഇൻറ്റൻസിറ്റി ഫോൾസ്. ഇപ്പോൾ 24 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ അബ്സോർപ്ഷൻ സംഭവിച്ച് ഇൻറ്റൻസിറ്റി ചെറിയ തോതിൽ കുറയാൻ കാരണമാകും. ആൻഡ് അറ്റ് 24 കിലോമീറ്റർ the intensity is maximum because at this height the primary cosmic rays produce quite a good number of secondary particles due to interaction with nuclei of atmospheric gases. So I hope you understand altitude effect. See you in the next class. Thank you for listening.